നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദുരഭിമാനത്തിന്റെ പേരിൽ കേരളത്തെ പിടിച്ചുകുലുക്കിയ കൊലപാതകമായിരുന്നു കെവിൻ വധക്കേസ്. കുറച്ചു ദിവസങ്ങളായി കെവിന്റെ വിധവയായി ആ കുടുംബത്തിൽ കഴിഞ്ഞിരുന്ന നീനു വിവാഹിതയായെന്നും ഇതിന് മുൻകൈയെടുത്തത് കെവിന്റെ അച്ഛനാണ് എന്ന തരത്തിലുമൊക്കെ ഒത്തിരി റിയാക്ഷൻ വീഡിയോകളും മറ്റും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരിക്കുകയാണ് കെവിന്റെ പിതാവ്. നീനുവിന്റെ കല്യാണം കഴിഞ്ഞുവെന്ന വാർത്ത തനിക്ക് അറിയില്ലെന്നും അത്തരം വ്യാജ പ്രചരണം നടത്തുന്നവരോട് തന്നെ പോയി ചോദിക്കണമെന്നും താൻ കൈപിടിച്ചു കൊടുത്തിട്ടില്ലെന്നും കെവിന്റെ അച്ഛൻ ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞു. നീനു ഇപ്പോൾ MSW കഴിഞ്ഞ് ജോലി ചെയ്യുകയാണെന്നും കെവിന്റെ അച്ഛൻ കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ടവനെ കൊലപ്പെടുത്തിയ സ്വന്തം അച്ഛനോടും സഹോദരനോടും ക്ഷമിക്കാൻ തയ്യാറാകാതെ കെവിന്റെ കുടുംബത്തോടൊപ്പമാണ് നീനു വർഷങ്ങളായി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നീനുവിനെ പിന്തുണയ്ക്കുവാൻ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്നു നീനു ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പോഴും ആ വീട്ടിൽ തന്നെയാണോ കഴിയുന്നത് എന്നൊക്കെ അറിയാനായി. 2018 മെയ് 28 നട്ടാശ്ശേരി സ്വദേശി കെവിന്റെ മൃതദേഹം തെന്മല ചാലിയേക്കര പുഴയിൽ നിന്ന് കണ്ടെടുത്തത്. തെന്മല സ്വദേശി നീനുവിനെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ നീനുവിന്റെ സഹോദരന്റെ നേതൃത്വത്തിലുള്ള സംഘം 23-കാരനായ കെവിനെ തട്ടിക്കൊണ്ടുപോയി ചാലിയേക്കര പുഴയിൽ വീഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ജൂൺ 2018 ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ നീനു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. 2 വർഷം മുൻപാണ് കെവിൻ ചേട്ടനെ ആദ്യമായി കാണുന്നത്. ലീവിന് വീട്ടിലേക്ക് പോകുവാനായി കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു ഞാൻ. എന്റെ കൂട്ടുകാരിയുമായി അടുപ്പമുണ്ടായിരുന്ന ആൺകുട്ടി അവളെ കാണാനായി വന്നു. കൂടെ വന്നത് കെവിൻ ചേട്ടനാണ്. കോട്ടയം അമലഗിരി BK കോളേജിൽ BSc 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ഞാനെന്ന്. കൂട്ടുകാരന്റെ കാര്യം പറയാൻ വേണ്ടി പിന്നെ 1-2 തവണ വിളിച്ചു. ഇടയ്ക്കൊക്കെ ചാറ്റ് ചെയ്യുമായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇഷ്ടമാണോ എന്ന് ചേട്ടൻ എന്നോട് ചോദിച്ചു. പ്രണയിക്കാനുള്ള ചുറ്റുപാടല്ല എൻ്റെതെന്ന് മാത്രം അന്ന് പറഞ്ഞു. വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഞാൻ എൻ്റെ അതുവരെയുള്ള ജീവിതം കെവിൻ ചേട്ടനോട് തുറന്നു പറഞ്ഞു. ക്രിസ്ത്യൻ മുസ്ലിം പ്രണയ വിവാഹമായിരുന്നു പപ്പയുടേതും അമ്മയുടേതും. രണ്ടുപേരും വിദേശത്തായിരുന്നതിനാൽ പപ്പയുടെ കുടുംബ വീട്ടിൽ നിന്നായിരുന്നു എൻ്റെയും ചേട്ടനും സ്കൂൾ പഠനം. ഞാൻ 5ാം ക്ലാസ്സിലായിരുന്നപ്പോൾ അമ്മ നാട്ടിൽ വന്ന് അമ്മയുടെ ബാപ്പ നടത്തിയിരുന്ന കട ഏറ്റെടുത്തു. അതിന് പിന്നിലുള്ള സ്ഥലത്ത് വീട് വെച്ചു. എൻ്റെ പപ്പയും നാട്ടിലേക്ക് പോന്നു. ഒരു കടയുടെ സ്ഥാനത്ത് 2 കടകളായി. ഒപ്പം അവർ തമ്മിലുള്ള വഴക്കും ഇരട്ടിയായി. രാത്രി കടകളുടെ കണക്കെടുപ്പ് നടക്കുമ്പോഴാണ് വഴക്ക്. അടിപിടിയിലാകും ഇത് കലാശിക്കുക. ഒരിക്കൽ അമ്മയെ അടിക്കുവാനായി പപ്പ ഓങ്ങിയ ടോർച്ച് വന്നുകൊണ്ടത് എൻ്റെ മൂക്കിലാണ്. മൂക്ക് പൊട്ടി ചോര വന്നു. അതിനുശേഷം വഴക്ക് മുക്കുമ്പോൾ ഞാൻ പിടിച്ചു മാറ്റാൻ പോയിട്ടില്ല. +2 തിരുവല്ലയിൽ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഡിഗ്രിക്കും വീട് വിട്ട് ദൂരെ എവിടെയെങ്കിലും പഠിക്കണമെന്നായിരുന്നു. ആ സമയത്താണ് ചേട്ടൻ സാനുവിൻ്റെ കല്യാണം. അമ്മയ്ക്ക് ആ വിവാഹത്തോട് ഒട്ടും യോജിപ്പില്ലായിരുന്നു. ഒരിക്കൽ പപ്പ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നുവെന്ന് അമ്മ പോലീസിൽ പരാതി നൽകി. എന്നെയും ചേട്ടനെയും അതിൽ കൂട്ടുപ്രതികളാക്കിയിരുന്നു. പിന്നീട് ഒരിക്കൽ കുടുംബ വഴക്കിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് എന്നെ പപ്പയുടെ അമ്മയ്ക്കൊപ്പം നിർത്തി. കുറച്ചുകാലം അമ്മയുടെ ഒരു ബന്ധുവീട്ടിൽ നിന്നു. അപ്പോഴാണ് കോട്ടയത്തെ ജിയോളജിക്ക് അഡ്മിഷൻ കിട്ടിയത്. വീട്ടിലെ ശ്വാസമുട്ടലിൽ നിന്നുള്ള രക്ഷപ്പെടലായിരുന്നു എനിക്കത്. നിശബ്ദമായിരുന്ന എൻ്റെ ജീവിതം മുഴുവൻ കേട്ടു അന്ന് കെവിൻ ചേട്ടൻ. പിന്നെ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് നിന്നെ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നി ആ കൈ ഇനി വിടരുതെന്ന്. വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് മനസ്സിലിരുന്ന് ആരോ ഓർമ്മിപ്പിച്ചിരുന്നുവെങ്കിലും വീട് വയ്ക്കണമെന്നും കൃപചേച്ചിയുടെ കല്യാണം നന്നായി നടത്തണമെന്നും വലിയ മോഹമായിരുന്നു കെവിൻ ചേട്ടന്. വയർമാൻ കോഴ്സ് പഠിച്ച ചേട്ടൻ ദുബായിലേക്ക് പോയത് അതിനായിരുന്നു. എങ്കിലും എല്ലാ ദിവസവും എന്നെ വിളിച്ച് അന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞു. എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും. തമാശകളൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കും. ജീവിതത്തിൽ ഞാൻ ഏറെ സന്തോഷിച്ചത് ആ ദിവസങ്ങളിലാണ്. ഫെബ്രുവരി 15 ചേട്ടൻ ലീവിന് വന്നത്. മാർച്ചിൽ 2nd ഇയർ പരീക്ഷ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. അപ്പോഴാണ് അറിഞ്ഞത് വീട്ടിൽ എനിക്ക് വിവാഹം ആലോചിക്കുന്നുണ്ടെന്ന്. എൻ്റെ വിഷമം കണ്ട് കെവിൻ ചേട്ടൻ വിളിച്ചു പറഞ്ഞു, നീ ഇങ്ങ് പോരൂ, പരീക്ഷയുണ്ട് എന്ന് പറഞ്ഞ് ആ വ്യാഴാഴ്ച ഞാൻ വീട്ടിൽ നിന്നിറങ്ങി. കോട്ടയത്ത് എത്തിയ ശേഷം കെവിൻ ചേട്ടൻ്റെ കൂടെ പോവുകയാണെന്ന് വീട്ടിൽ അറിയുകയും ചെയ്തു. ചേട്ടൻ്റെ സുഹൃത്തിൻ്റെ ബന്ധുവീട്ടിലായിരുന്നു അന്ന് താമസിച്ചത്. പിറ്റേന്ന് ഏറ്റുമാനൂരിൽ നിന്ന് വിവാഹ രജിസ്ട്രേഷനുള്ള അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ചു. എന്നെ കാണാനില്ലെന്ന് കാണിച്ച് പപ്പ പരാതി നൽകിയതിനെ തുടർന്ന് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങളെ വിളിപ്പിച്ചു. പപ്പ തിരികെ ചെല്ലാൻ നിർബന്ധിച്ചെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങൾ സഹിക്കാൻ പറ്റില്ലെന്നും കെവിൻ ചേട്ടനൊപ്പം പോകാനാണ് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവർ എന്നെ കാറിലേക്ക് വലിച്ചു കയറ്റാൻ നോക്കി. സ്റ്റേഷന്റെ മുറ്റത്തെ ചെളിയിലൂടെ വലിച്ചിടിക്കുന്നത് കണ്ട് കെവിൻ ചേട്ടൻ ഓടി വന്ന് എന്നെ പിടിച്ചു മാറ്റി. പിടിവലി കണ്ട് അപ്പോഴേക്കും ആള് കൂടി. ചെല്ലില്ലെന്ന് ഉറപ്പായപ്പോൾ പപ്പ ഒരു ഡിമാൻഡ് വെച്ചു. കൂടെ ചെന്നാൽ 1 മാസത്തിനകം ആഘോഷമായി വിവാഹം ചെയ്തു വിടാമെന്ന്. താല്പര്യമില്ലെന്ന് ഞങ്ങൾ 2 പേരും പറഞ്ഞു. അതോടെ 1 മാസത്തേക്ക് ഹോസ്റ്റലിൽ നിർത്താൻ സമ്മതിച്ചു. സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്ന് കെവിൻ ചേട്ടനൊപ്പം വന്നതാണെന്നും ഹോസ്റ്റലിലേക്ക് പോകാമെന്നും എഴുതി വെച്ച് എല്ലാവരും ഒപ്പിട്ടു. പപ്പയും കൂട്ടരും തിരികെ പോയി. സ്റ്റേഷനിൽ നിന്നിറങ്ങിയ എനിക്ക് മാറാൻ പുതിയ ഡ്രസ്സും ചെരുപ്പും കെവിൻ ചേട്ടൻ വാങ്ങിത്തന്നു. സ്റ്റേഷനിൽ നടന്ന സംഭവം എല്ലാം പറഞ്ഞ ശേഷമാണ് ഹോസ്റ്റലിൽ റൂം ശരിയാക്കിയത്. ആര് വന്ന് വിളിച്ചാലും വിടരുതെന്ന് വാർഡനോട് നിർബന്ധമായി പറഞ്ഞിട്ടാണ് ചേട്ടൻ പോയത്.
പിറ്റേന്ന് രാവിലെ കോട്ടയത്ത് കളക്ടറേറ്റിൽ വിവാഹ രജിസ്ട്രേഷനുള്ള നോട്ടീസ് ഇടാൻ പോകും വഴി വനിതാ സെല്ലിൽ കയറി കാര്യങ്ങളെല്ലാം സംസാരിച്ചു. പരിചയമുള്ള ആരുടെയെങ്കിലും കത്ത് വേണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് നോട്ടീസ് ഇടാനാകാതെ തിരികെ പോന്നു. ഹോസ്റ്റലിനടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ചേട്ടനാണ് ചോറ് വാർത്തുന്നത്. അന്ന് രാത്രി കുറേ നേരം ഫോണിൽ സംസാരിച്ചു. ഞാൻ വാങ്ങിക്കൊടുത്ത നീല ടീഷർട്ടായിരുന്നു അന്ന് ചേട്ടൻ ഇട്ടിരുന്നത്. വിവാഹ രജിസ്ട്രേഷന് വേണ്ടി ഓഫീസിൽ കൊടുക്കുവാൻ വാർഡ് മെമ്പറുടെ കത്ത് വാങ്ങാൻ പോകാൻ രാവിലെ വിളിച്ചു നടത്തണമെന്ന് പറഞ്ഞു. രാത്രി 1:30 കിടന്നുറങ്ങും മുൻപ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു, ഒറ്റയ്ക്കൊന്നും രാത്രി പുറത്തിറങ്ങരുതെന്ന്. രാവിലെ 5:45 ഞാൻ വിളിച്ചപ്പോൾ ആരോ ഫോൺ കട്ട് ചെയ്തു. 6 വീണ്ടും വിളിച്ചുവെങ്കിലും എടുത്തില്ല. പിന്നെ വിളിച്ചപ്പോഴൊന്നും എടുത്തില്ല. കെവിൻ ചേട്ടന്റെ ഒപ്പം അവർ പിടിച്ചുകൊണ്ടുപോയ കസിൻ അനീഷ് ചേട്ടന്റെ സഹോദരി വിളിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വനിതാ പോലീസുകാർ ഹോസ്റ്റലിൽ വന്ന് എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ചേട്ടൻ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതിയത്. കാണാഞ്ഞിട്ട് എല്ലാവരും അന്വേഷിച്ചുവെങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്നെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. 2 വീട്ടുകാർക്കും വിവാഹത്തിന് സമ്മതമാണെന്നും 1 മാസത്തിന് ശേഷം വിവാഹം നടത്താമെന്നുള്ള ഉറപ്പിന്മേലാണ് പപ്പയ്ക്കൊപ്പം നീനുവിനെ വിട്ടതെന്നും പോലീസ് അവിടെ ബോധിപ്പിച്ചു. പിടിവലിയും ബഹളമൊക്കെ കഴിഞ്ഞ ശേഷമാണ് പപ്പ ആ ഡിമാൻഡ് വെച്ചതെന്ന് ഞാൻ തിരുത്തി. അതുകൊണ്ടാകാം എന്നെ കെവിൻ ചേട്ടന്റെ അച്ഛനമ്മമാർക്കൊപ്പം വിടാൻ മജിസ്ട്രേറ്റ് പറഞ്ഞത്. ചേട്ടന്റെ പപ്പയും അമ്മയും സ്റ്റേഷനിൽ വന്ന് പേപ്പറിൽ എഴുതി നൽകിയ ശേഷം എന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അമ്മ എന്നെ കൈപിടിച്ച് ഈ വീട്ടിലേക്ക് കയറ്റി. അന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത് ചേട്ടൻ വേഗം വരണേ എന്നാണ്. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ചാണ് അന്ന് സ്വപ്നം കണ്ടത്. പക്ഷേ പിറ്റേന്ന് വെളുപ്പിന് പപ്പ കരഞ്ഞുകൊണ്ട് വന്നു. അത് കണ്ട് ചേച്ചിയും അമ്മയും കരച്ചിലായി. എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ബോധം വരുമ്പോൾ ആശുപത്രിയിലാണ്. അവിടെ വെച്ചാണ് കെവിൻ ചേട്ടൻ ഇനി വരില്ല എന്നറിഞ്ഞത്. കെവിൻ ചേട്ടന്റെ അച്ഛന്റെ പെങ്ങളുടെ മകനാണ് ഒപ്പമുണ്ടായിരുന്ന അനീഷ് ചേട്ടൻ. അച്ഛനും അമ്മയും മരിച്ച അനീഷ് ചേട്ടൻ പെങ്ങന്മാരുടെ വിവാഹം കഴിഞ്ഞതോടെ വീട്ടിൽ തനിച്ചാണ്. കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളതുകൊണ്ട് കെവിൻ ചേട്ടനാണ് കൂടെ കൊണ്ടുപോയിരുന്നത്. അന്ന് രാത്രി എന്റെ ചേട്ടനും ആളുകളും ആക്രമിക്കാൻ വന്നപ്പോൾ കെവിൻ ചേട്ടൻ ഓടി രക്ഷപ്പെടാതിരുന്നതും അനീഷ് ചേട്ടനെ ഓർത്താകും. മരിക്കുന്നതിന് മുൻപത്തെ ഞായറാഴ്ച കെവിൻ ചേട്ടനും അനീഷ് ചേട്ടനും പെങ്ങന്മാരും കൂടി ആലപ്പുഴയിലേക്ക് ടൂർ പോയിരുന്നു. തിരയടിച്ചെത്തുന്ന മണൽപ്പരപ്പിൽ കെവിൻ നീനു എന്ന് എഴുതി വെച്ചു. തിരയടിച്ചു മായ്ക്കുന്ന ബന്ധങ്ങൾക്ക് ആയുസ് കൂടുമെന്നല്ലേ പറയാറ്. പക്ഷേ ഒരാഴ്ച പോലും പിന്നീട് എനിക്ക് ഏട്ടനെ കിട്ടിയിട്ടില്ല. തുടർന്ന് പഠിക്കണമെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ ആകുമോ എന്നറിയില്ല. എൻ്റെ സങ്കടങ്ങൾ പറയാൻ ഇനി ആരുമില്ലല്ലോ. ഒന്ന് മിസ് കോൾ ചെയ്താൽ മതി, വിളിക്കാമെന്ന് പലപ്പോഴും കെവിൻ ചേട്ടൻ പറയുമായിരുന്നു. ഇപ്പോൾ എത്ര മിസ് കോൾ ചെയ്തിട്ടും മറുവിളി എത്തുന്നില്ലല്ലോ. സന്തോഷത്തോടെ ഒരുപാട് വർഷങ്ങൾ ജീവിക്കാമെന്നും ഒരിക്കലും കരയിക്കില്ലെന്നും വാക്ക് തന്ന ആൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നീനു അന്ന് ആ വാക്കുകൾ അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.